നടപടിയെടുക്കണോ അവർക്കെതിരെ കൃത്യമായി കാരണവശാലും സേനാപതി വേണു പറഞ്ഞതുപോലെയുള്ള ഒരു ആശങ്ക ക്രൈസ്തവർക്കില്ലേ? ഞാൻ ചോദിച്ച ആദ്യ ചോദ്യം ഇതായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട് ഇന്നലെയാണെങ്കിൽ കത്തോലിക്ക സഭാ ബിഷപ്പുമാരുമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചത് വിശ്വാസികൾ അംഗീകരിക്കുന്ന കാര്യമാണോ അതോ സേനാപതി വേണു പറഞ്ഞതുപോലെ ആശങ്ക നിലനിൽക്കുകയാണോ ഇപ്പോഴും? ഇന്നലെ പ്രധാനമന്ത്രി ജർമ്മനിയിലെ സംഭവം പറഞ്ഞ പോലെ മണിപ്പൂരിലെ വിഷയം പറയാതിരുന്നത് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഒരു അരനൂറ്റാണ്ട് കാലം നമ്മൾ ഈ വർത്തമാന കാലത്തിൽ നിന്നും അരനൂറ്റാണ്ട് കാലം പിന്നിലേക്ക് ചിന്തിച്ചാൽ ക്രൈസ്തവർക്കെന്നും ആശങ്ക മാത്രമേ ഉള്ളൂ. അത് ഒരു പകൽ പോലെ സത്യമായ കാര്യമാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച BJPയുടെ സുഹൃത്ത് ഉല്ലാസ് ബാബു സംസാരിച്ച മഞ്ജുഷൻ്റെ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ 2-3 വാദങ്ങളിൽ അതിൽ എല്ലാ വാദങ്ങളും നമുക്ക് തിരുത്താം. പക്ഷേ എല്ലാ വാദങ്ങളും തിരുത്താനുള്ള സമയമില്ലാത്തതുകൊണ്ട് ആദ്യത്തെ ഒരു കാര്യം തന്നെ അത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പിൻവലിക്കേണ്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവർക്ക് ഒരു വശത്ത് തല്ലും ഒരു വശത്ത് തലോടലും. ഈ നയത്തിനാണ് പറയുന്നത് ഇരട്ടത്താപ്പ്. അപ്പോൾ ഒരു വശത്ത് തല്ല് ആഘോഷപൂർവ്വമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഇരകളാണല്ലോ മണിപ്പൂരിലെ വെറും സാധാരണക്കാരായ ക്രൈസ്തവർ. പെൺകുട്ടികളെ പോലും നഗ്നരായിട്ട് തെരുവിലൂടെ നടത്തിക്കൊണ്ടുപോയത് ആരാണ്? അതിനെ ഈ പറയുന്ന പോലെ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും നല്ലൊരു ഭരണ സംവിധാനം, ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണ പാർട്ടി അവരെന്ത് ചെയ്തു? അതിനകത്ത് ആരെങ്കിലും അത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഏത് കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടായത്? അപ്പോൾ തല്ല് എല്ലാ കാലത്തും ഒരു വശത്തും നടക്കുന്നുണ്ട്. പിന്നെ ഈ തലോടൽ എന്ന് പറയുന്ന കാര്യങ്ങൾ പല സമയത്തും അത് ഭാഗികമായിട്ട് കണ്ണിൽ പൊടിയിടാനുള്ള ചില മുട്ടുനായങ്ങളാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പാലക്കാട് ക്രിസ്മസ് കരോളിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളും അവിടെ പുൽക്കൂട് തകർത്തതും, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ചോദിക്കട്ടെ. ഇന്നലെയാണ് നമ്മുടെ K. സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അവിടെ അക്രമങ്ങൾ അഴിച്ചുവിട്ടവർ അവർ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണോ എന്ന് ഞങ്ങൾക്ക് വ്യക്തതയില്ല. ആർക്കും ഉത്തരവാദിത്വമില്ലാത്തത്? അത് ആർക്കാണ് അറിയില്ലാത്തത്? ആരോടാണ് സംസാരിക്കുന്നത്? അത് വ്യക്തമായിട്ട് ഇവർ പറയുന്നു. അവർ മുൻകാലങ്ങളിൽ എപ്പോഴോ ഏതോ സ്ഥാനങ്ങളിൽ ഇരുന്നവരാണ്. ഇന്നലെ വളരെ വ്യക്തമായിട്ട് ആ 3 പ്രതികളെക്കുറിച്ച് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളാണ്, റിമാൻഡ് ചെയ്യപ്പെട്ടവരാണ്. അതിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആളുണ്ട്, ജില്ലാ സംയോജകൻ്റെ ആളുണ്ട്, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ 3 പേര് തലസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ BJPയുടെ ഉത്തരവാദിത്തങ്ങൾ കൈയാളുന്നവരാണ്. അപ്പോൾ ഇവരെ പോലും K. സുരേന്ദ്രന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് ഒരു മായാക്കാഴ്ചയാണോ? അപ്പോൾ അവർക്കെതിരെ ഏത് കാര്യം ഉണ്ടായാലും ഇവിടെ ഒരു ഭാഷയുണ്ട്, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. അതെല്ലാ ഞാനൊരു രാഷ്ട്രീയ അനുഭവിയല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു സഭയുടെ ഒരു സംഘടനയുടെ സെക്രട്ടറി എന്ന രീതിയിലാണ് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുക. അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ മാറി വന്നാലും, ഇപ്പോൾ കോൺഗ്രസ് ഇന്ന് കുറച്ചു മുമ്പ് സംസാരിച്ചതുപോലെ അവർ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളെ ചില സമയങ്ങളിൽ അവർ വ്യക്തമായ രീതിയിൽ അവരതിനെ അപലപിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് ക്രൈസ്തവർ എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ്. ഞാൻ വ്യക്തമായിട്ട് ചോദിക്കട്ടെ, കേരളത്തിലെ 28-30 സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മതന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൈപ്പറ്റുന്നത് ഏത് മതവിഭാഗമാണ്? അതിൽ ക്രൈസ്തവർക്ക് എത്ര ശതമാനം കിട്ടുന്നു? ആ ക്രൈസ്തവർക്ക് ആ ശതമാനം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ, ഞാനത് സംസാരിക്കുമ്പോഴും ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രൈസ്തവ സ്നേഹത്തെ ഞാൻ ഒരു കാരണവശാലും അവിശ്വസിക്കുകയോ അതിനെ വില കുറച്ച് കാണുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഈ തലോടുന്നതിൻ്റെ ഒപ്പം ആ തല്ലുന്ന പരിപാടി, അതിന് തടയിടാൻ ഇവിടെ ഏത് പാർട്ടിക്കാർ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ജോബൻ ആലപ്പുഴ അങ്ങനെയാണെങ്കിൽ അത് ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ ഒരു കുഴപ്പം കൂടിയല്ലേ? അവർ സ്ഥിരമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അടുക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പോലും
ക്രൈസ്തവ സഭകൾ ബി.ജെ.പിയോട് അടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് നിഷേധിക്കാൻ പോലും സഭകൾ തയ്യാറാവുന്നില്ല. അതുമാത്രമല്ല, ഞങ്ങളെ ഇങ്ങോട്ട് സഹായിക്കുന്നവരെ ഞങ്ങൾ അങ്ങോട്ടും സഹായിക്കും എന്നുള്ള നിലപാട് പറഞ്ഞുകൊണ്ട് പല തെരഞ്ഞെടുപ്പ് സമയത്തും സമ്മർദ്ദതന്ത്രം പയറ്റുന്നു. തൃശ്ശൂരിൽ ഞങ്ങളുടെ സഹായത്താലാണ് ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിഞ്ഞത് എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നു. അപ്പോൾ ഇത് ഇരട്ടത്താപ്പ് സഭയും കാണിക്കുന്നുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ സഭാ നേതൃത്വവും കാണിക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമീപനം സഭാ നേതൃത്വം കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മഞ്ജുഷ, ഇവിടെ പ്രധാനമായിട്ടൊരു കാര്യം, ക്രൈസ്തവ സഭ എന്ന് പറയുന്നത്, ക്രൈസ്തവ പിതാക്കന്മാർ എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു തത്വം നമ്മൾ പരിശോധിച്ചാൽ എല്ലാവരോടും സഹവർത്തിത്വത്തിലും സ്നേഹത്തിലും എല്ലാ കാലവും മുന്നോട്ട് പോവുക എന്നുള്ളത് അത് പിതാക്കന്മാരുടെയും ക്രൈസ്തവരുടെയും ക്രിസ്തീയതയുടെ ഒരു നയമാണ്. അതിൽ ചില വ്യക്തികൾക്കോ ചില പിതാക്കന്മാർക്കോ ഏതെങ്കിലും സമയത്ത് ആരോടെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ അനുഭാവികളോടോ ഏതെങ്കിലും വ്യക്തികളോടോ പ്രത്യേകമായിട്ട് അനുഭാവമോ അല്ലെങ്കിൽ എതിർപ്പോ ഉണ്ടായാൽ അത് വ്യക്തിപരമായിട്ട് പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പൊതുവായ തത്വം നമ്മൾ പറഞ്ഞാൽ ക്രൈസ്തവർ എല്ലാ കാലവും, അത് കോൺഗ്രസ് പാർട്ടി ആകട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി ആകട്ടെ, ബി.ജെ.പി ആകട്ടെ, എല്ലാവരോടും അവർ ഈ ക്രിസ്മസ് കാലങ്ങളിലും പ്രത്യേകിച്ച് മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ വേദി പങ്കിടേണ്ടതാണെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ഭാഷയായിട്ട് ആണ് അതിനെ പരിഗണിക്കേണ്ടത്. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട പറയാനുള്ള മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം സംസാരം തുടങ്ങിയത് തന്നെ ഒരു അരനൂറ്റാണ്ട് പിന്നിലേക്ക് ചിന്തിച്ചാൽ, അരനൂറ്റാണ്ടല്ല അതിൻ്റെ അപ്പുറത്തേക്ക് പോട്ടെ, ഞാനത് എടുക്കുന്നില്ല, ഇന്നുവരെ ഏതെങ്കിലും ഹൈന്ദവരുടെ ആരാധന സമയത്ത് അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ ആഘോഷവേളകളിൽ എവിടെയെങ്കിലും ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും മുക്കിലോ മൂലയിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്രൈസ്തവർ അവരുടെ ആഘോഷങ്ങളെ അധിക്ഷേപിച്ചതായിട്ടോ ഒരു സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റിലൂടെയോ അല്ലെങ്കിൽ ഒരു കയ്യാങ്കളിയിലൂടെയോ ഈ മറ്റ് രണ്ട് മതവിഭാഗങ്ങളെയും എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? എന്നാൽ മറിച്ച് നാളുകളേറെയായി ഈ ഇരുവിഭാഗങ്ങളിൽ നിന്നും ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങൾ, അതിനെ ചെറുക്കാൻ ഏത് ഭരണ പാർട്ടിയാണ് ഇന്നുവരെ ഒരു വ്യക്തമായ ആധികാരികമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്? എറണാകുളത്ത് തന്നെ അധികം നാളുകളായിട്ടില്ല, ഒരു വർഷം ഇപ്പോൾ പൂർത്തിയാകുന്നു, ഒരു ക്രിസ്തീയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു വിധിന്യായത്തിലെ ഒരു വാചകം, അത് ഇപ്രകാരമാണ് പറയുന്നത്: ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയും കൂടുകയും ചെയ്യുന്നു. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ജസ്റ്റിസ് പറഞ്ഞ കാര്യങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ക്രിസ്ത്യാനികൾ ഫേസ് ചെയ്യുകയല്ലേ. ഒരു ക്രിസ്ത്യാനിയെ അവരുടെ വോട്ടിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ മറിച്ച് ആ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ ഇവിടെ എന്ത് നിയമമുള്ളത്? അതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, ക്രിസ്തു മുന്നോട്ട് വയ്ക്കുന്ന ആശയം സ്നേഹം, സമാധാനം, ക്ഷമ, ഇത് മുറുകെ പിടിക്കുന്നവർ അത് അക്ഷരാർത്ഥത്തിൽ പിതാക്കന്മാരാ സിസ്റ്റം അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർ തിരിച്ചടിക്കാനോ കയ്യാങ്കളിക്കോ അതിന് വിട്ട ക്ഷമ കടന്ന് മറ്റെന്തെങ്കിലും പ്രവർത്തന ശൈലിയിലേക്കോ ക്രിസ്ത്യാനികൾ പോകില്ല എന്നുള്ള ഉറപ്പിലല്ലേ ഈ പറയുന്ന കടന്നുകയറ്റം? ഇതിനറുതി വരുത്താൻ എന്ത് ശ്രമം ഇവിടെ ഉണ്ടായിട്ടുണ്ട്? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേന്ദ്രൻ ഈ പറയുന്ന 3 ആളുകളെ തള്ളി പറയട്ടെ, അല്ലാണ്ട് പണ്ടെങ്കോ ഉണ്ടായിരുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്ന രീതിയല്ല. ശരി, ഞാൻ